transformer steps up the voltage by a factor 100. The ratio of current in the primary to that in the secondary is options. Option A 1, option B 100, option C 0.1, option D 0.01 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്ന എന്താണ്? ട്രാൻസ്ഫോമർ സ്റ്റെപ്സ് അപ്പ് ദ വോൾട്ടേജ് ബൈ എ ഫാക്ടർ. സ്റ്റെപ്സ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അത് സെക്കൻഡറി സൈഡിൽ കിട്ടി അല്ലെങ്കിൽ ബൂസ്റ്റ് അപ്പ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ V2 ഇസ് ഈക്വൽ ടു 100 V1 എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇവിടെ V1 എന്ന് പറയുന്നത് പ്രൈമറി സൈഡ് വോൾട്ടേജും V2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി സൈഡ് വോൾട്ടേജും. ഇനി അടുത്ത സെൻറ്റൻസ് അവർ കൊടുത്തേക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് കറണ്ട് ഇൻ ദ പ്രൈമറി ടു ദാറ്റ് ഇൻ ദ സെക്കൻഡറീസ്. അതായത് റേഷ്യോ ഓഫ് കറണ്ട് ഇൻ ദ പ്രൈമറി എന്ന് വെച്ചാൽ പ്രൈമറി കറണ്ടിനെ ഞാൻ I1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ടു ദാറ്റ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് I2. ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് I1 ബൈ I2 എന്തെന്നാണ്. എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? N1 ബൈ N2 എന്ന് എഴുതാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ തിയറി ക്ലാസ്സിൽ നമുക്ക് ആ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു V1 ബൈ V2 ആണെന്ന് നമുക്കറിയാം അല്ലേ. വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു I2 ബൈ I1 അല്ലേ. ഇവിടെ N1 ബൈ N2, ഇവിടെ V1 ബൈ V2 ആണ്, ഇവിടെ I2 ബൈ I1 ഈക്വൽ ആണെന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിവിടെ തന്നേക്കുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ് ഇവിടെ N1 ആൻഡ് N2 എന്ന് പറയുന്നത്. വോൾട്ടേജും കറണ്ടും ആണ് അല്ലേ. അപ്പോൾ ഈ വെച്ചിട്ടാണ് ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. V1 ബൈ V2 വിച്ച് ഇസ് ഈക്വൽ ടു I2 ബൈ I1. ഇവിടെ ക്വസ്റ്റനിൽ V2 ഇസ് ഈക്വൽ ടു 100 V1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 അതേ കണക്ക് എഴുതുക. V1 ബൈ V2 എങ്ങനെ എഴുതാം? 100 V1 എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. V1 ബൈ 100 V1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? I2 ബൈ I1 ആണ്. V1 ബൈ V2 എന്ന് പറയുന്നത് I2 ബൈ I1 ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ I2 ബൈ I1 എന്നുള്ള രീതിയിൽ എഴുതാം. നമുക്ക് ക്വസ്റ്റനിൽ കണ്ടുപിടിക്കേണ്ട I1 ബൈ I2 ആണ്, അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ V1 ആൻഡ് V1 വരുന്നുണ്ട്, ക്യാൻസലായിപ്പോവും. V1 ഉം ക്യാൻസൽ ഔട്ടായി. ഇനി ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I2 ബൈ I1 ഇസ് ഈക്വൽ ടു 1 ബൈ 100 എന്ന് എഴുതിക്കൂടെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I1 ബൈ I2 ടേംസ് ആണ്. അതായത് 100 I2 ഈക്വൽ ടു I1 എന്ന് നമുക്ക് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ I1 ബൈ I2 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? I1 ബൈ I2 ഈക്വൽ ടു എന്താണ്? 100. നമുക്കിവിടെ ആൻസർ കിട്ടി അല്ലേ. I1 ബൈ I2 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. ദ റേഷ്യോ ഓഫ് കറണ്ട് ഇൻ ദ പ്രൈമറി ടു ദാറ്റ് ഇൻ ദ സെക്കൻഡറീസ് എന്നാണ് ക്വസ്റ്റൻ. ദാറ്റ് മീൻസ് I1 ബൈ I2 ആണ് നമ്മുടെ ക്വസ്റ്റനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. I1 ബൈ I2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താണ് വാല്യൂ? 100 ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ A 1 ആണോ? അല്ല. ഓപ്ഷൻ B 100 ആണ് അല്ലേ. നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു 100 ആണ്. അപ്പോൾ I1 ദ റേഷ്യോ ഓഫ് കറണ്ട് ഇൻ ദ പ്രൈമറി ടു ദാറ്റ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 100. ട്രാൻസ്ഫോമർ ബേസ് ചെയ്ത് കുറേ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് V2 ആണ്. V2 ഈസ് ഈക്വൽ ടു 100 V1. അതെന്തുകൊണ്ടാണ്? സ്റ്റെപ്സ് അപ്പ് ബൈ എ ഫാക്ടർ 100 ആണ്. ഞാൻ V2 എന്ന് പറയുന്ന സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് ആയിട്ടും V1 പ്രൈമറി സൈഡിലെ വോൾട്ടേജ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ദ റേഷ്യോ ഓഫ് കറണ്ട് ദ പ്രൈമറി ടു ദാറ്റ് ഇൻ ദ സെക്കൻഡറി, അതായത് I1 ബൈ I2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ചിട്ട് N1 ബൈ N2 ഇസ് ഈക്വൽ ടു V1 ബൈ V2 വിച്ച് ഇസ് അഗൈൻ ഈക്വൽ ടു I2 ബൈ I1 എന്ന് പറയുന്ന ആ ഒരു ഫോർമുല വെച്ചിട്ട് വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ ടേംസ് നമുക്കിവിടെ കണ്ടീഷൻ തന്നേക്കുന്നു. അതിൻ്റെ ടേംസിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ആൻസർ ഇവിടെ 100 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. N I1. ഓപ്ഷൻ സി V1 ഇസ് ഈക്വൽ ടു NV2, I2 ഇസ് ഈക്വൽ ടു 1 ബൈ NI1. ഓപ്ഷൻ ഡി V1 ഇസ് ഈക്വൽ ടു NV2, I2 ഇസ് ഈക്വൽ ടു -1 ബൈ N. അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാരണം ഇവിടെ പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കുറവാണ്. അവിടുത്തെ പ്രൈമറി ടു നമ്പർ ഓഫ് ടേൺസ് റേഷ്യോ തന്നിട്ടുണ്ടല്ലേ. N:1 ആണെന്ന് അവർ ക്വസ്റ്റനിൽ തന്നെ ഗിവൺ കണ്ടീഷൻസ് ആണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്തെഴുതാം? ഒരു ആരോ കൊടുത്തിട്ട് ഇതെന്ന് വെച്ചാൽ എന്താണ്? ടേൺസും ഇതെന്ന് പറയുന്നത് N2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റനിൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. എന്താണ്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വിച്ച് ഇസ് ഈക്വൽ ടു N1 ബൈ N2 വിച്ച് ഇസ് അഗൈൻ ഈക്വൽ ടു V1 ബൈ V2 വിച്ച് ഇസ് അഗൈൻ ഈക്വൽ ടു I2 ബൈ I1 ആണ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റനിൽ ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതിൽ ഇതിൻ്റെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N1 ബൈ N2 വിച്ച് ഇസ് ഈക്വൽ ടു V1 ബൈ V2 ആണ് നമുക്കറിയാം. വിച്ച് ഇസ് അഗൈൻ ഈക്വൽ ടു എന്താണ്? N ബൈ 1 അല്ലേ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് V1ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V1 ഇസ് ഈക്വൽ ടു
എൻ വി ടു. നമുക്കിവിടെ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞു. V1 = n V2. ഇവിടെ എല്ലാം V1ൻ്റെ ടേംസിലാണ്, ഒരെണ്ണം മാത്രമേ V2ൻ്റെ ടേംസ് ഉള്ളൂ. ബാക്കി എല്ലാ ഓപ്ഷനും V1ൻ്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. V2ൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ V2 = 1/n V1 ആണ്. ആ ഓപ്ഷൻ ആണോ ഇവിടെ? അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി എന്തായാലും നോക്കണ്ട, ക്യാൻസൽ ഔട്ട് ചെയ്യാം അല്ലേ, അത് വരത്തില്ല. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നോക്കുക. V1 = n V2ൻ്റെ ടേംസിലാണോ നോക്കുക. V1 = തന്നെയാണ്, V1 n V2 തന്നെയാണ് ഓപ്ഷൻ സിയും. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ V1 = n V2. ഇത് മൂന്നും സെയിം രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേതോ ഒന്നാണ് ഇത് നമ്മുടെ ആൻസർ. എന്തായാലും ഓപ്ഷൻ ബി അല്ല, അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കിയാൽ കറണ്ടിൻ്റെ ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് N1/N2 = V1/V2 which is again equal to I2/I1 ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ V1/V2ൻ്റെ ടേംസിലാണ് നമുക്ക് കണ്ടുപിടിച്ചേക്കുന്നത്. ഇനി അടുത്ത വീണ്ടും ഒന്നും കൂടെ എഴുതുക. N1/N2 = എന്താണ്? I2/I1 ആണ് നമുക്കറിയാം. N1/N2ൻ്റെ വാല്യൂ എന്താണ്? N/1 which is equal to I2/I1 അല്ലേ. നമ്മുടെ ആൻസർ ഏതിൻ്റെ ടേംസിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ I2ൻ്റെ ടേംസിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I2 = N/I1. നമ്മൾ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരെ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യണം. ഫിഗറിൽ നോക്കിക്കേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇവിടെ കറണ്ട് പോകുന്നത്, കറണ്ടിൻ്റെ ആരോ മാർക്ക് ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ അത് മീൻ ചെയ്യുന്ന എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് താഴോട്ടാണ്. ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. ഇങ്ങനെ വന്ന് ഇതേ കൂടെ കയറി ഇങ്ങനെയാണത് കറണ്ട് പാത്ത് അവർ മീൻ ചെയ്യുന്നത്. സെക്കൻഡറി സൈഡിലാണെങ്കിലോ കറണ്ടിൻ്റെ ആരോ പുറത്തോട്ടാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ അല്ലേ, ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ളതും ഈ പ്രൈമറി സൈഡിലുള്ളത് ഇങ്ങനെയും സെക്കൻഡറി എന്ന് പറഞ്ഞാൽ തിരിച്ചുമാണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഒരു സൈഡ് ഒന്ന് ഡൗൺവേർഡ്സും മറ്റേത് അപ്വേർഡ്സും വരുമ്പോഴത്തേക്ക് എന്താണ്, നെഗറ്റീവ് സൈൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ I2 എന്ന് പറയുമ്പോഴത്തേക്ക് -N/I1 എന്ന് പറഞ്ഞു വേണം. കാരണം സെയിം ഡയറക്ഷൻ അല്ല, ഒന്ന് ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കും മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ I2 = -N/I1 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. I2 ടേംസിലാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് I2ൻ്റെ ടേംസിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഓപ്ഷൻസ് നോക്കാം. I2 = -I1 ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അല്ലേ, I2 = -N/I1. സെക്കൻഡ് അല്ല, ഓപ്ഷൻ സി നോക്കി. I2 എന്ന് പറഞ്ഞാൽ 1/N/I1 ആണോ നമുക്ക് ആൻസർ? അല്ല. അതുപോലെ ഇവിടെ -1/N/I1 ആണ് ഓപ്ഷൻ ഡി. എന്തായാലും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ ആയിട്ട് വരത്തില്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ തന്നെയാണ്. V1 = n V2. അതുപോലെ I2 എന്ന് പറയുന്നത് -N/I1. ഇവിടെ മൈനസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരു പ്രൈമറി സൈഡിലെ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സും സെക്കൻഡറി സൈഡിലെ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറയുന്നത് അപ്വേർഡ്സും ആണ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് സൈൻ സെക്കൻഡറി സൈഡിൽ വരും. അതുകൊണ്ടാണ് I2ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ -N/I1 നമുക്കിവിടെ ആൻസർ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇനിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ടു എ ട്രാൻസ്ഫോമർ പ്രൈമറി ഈസ് ഇൻക്രീസ്ഡ് ബൈ കീപ്പിംഗ് ദ V/F ratio fixed, then the magnetizing current and the core loss will respectively options. Option A, decrease and remains the same. Option B, increase and decrease. Option C, both remain the same. Option D, remain the same and increase. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ പ്രൈമറി വോൾട്ടേജ് കൂട്ടി പക്ഷേ V/F റേഷ്യോ ഫിക്സഡ് ആൻഡ് സെയിം ആക്കി വെക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റൈസിങ് കറണ്ട്, അതായത് മാഗ്നറ്റൈസിങ് കറണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മാഗ്നറ്റൈസിങ് കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് IM അല്ലേ. മാഗ്നറ്റൈസിങ് കറണ്ട് IM-നും കോർ ലോസ് എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം PIN അല്ലേ. അയൺ ലോസിനും എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത് എന്തൊക്കെ കമ്പൈൻ ചെയ്യുന്നതാണ്? ഹിസ്റ്ററിസിസ് ലോസ് പ്ലസ് എഡി കറണ്ട് ലോസ് ആണ് അയൺ ലോസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? V/F റേഷ്യോ എന്ന് പറയുന്നത് സെയിം അല്ലെങ്കിൽ ഫിക്സഡ് അല്ലെങ്കിൽ എന്താണ്, കോൺസ്റ്റൻ്റ് എന്നാണ് കണ്ടീഷൻ. കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുന്നു എന്നാണ് പറയുന്നത്. ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ടു എ ട്രാൻസ്ഫോമർ പ്രൈമറി ഇസ് ഇൻക്രീസ്ഡ് ബൈ കീപ്പിംഗ് അപ്ലൈഡ് വോൾട്ടേജ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട്, അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ അവിടുത്തെ V/F വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 100/50, 100 ഡിവൈഡഡ് ബൈ 50. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ്? വോൾട്ടേജ് കൂട്ടി, ഞാനതൊരു 50% കൂട്ടി, ദാറ്റ് മീൻസ് 150. ഫ്രീക്വൻസിയുടെ കാര്യം ഒന്നും പറയുന്നില്ല അല്ലേ. 150/50. രണ്ട് കേസസിലും വാല്യൂസ് ഡിഫറെൻ്റ് ആണ് അല്ലേ വോൾട്ടേജിൻ്റെ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആകണമെങ്കിൽ ഈ ഫ്രീക്വൻസി അതോടൊപ്പം തന്നെ കൂട്ടണം. 50% ഇവിടെ ഇൻക്രീസ് വന്നെങ്കിൽ
ഇവിടെയും ഫ്രീക്വൻസി അതോടൊപ്പം ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ആ ഒരു റേഷ്യോ നമ്മൾ മുന്നത്തതുപോലെ കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു വി ബൈ എഫ് ആണ് അല്ലേ. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി ബൈ എഫ് ആണെന്ന് നമുക്ക് ഫോർമുല പ്രകാരം അറിയാം. അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണെന്നും അറിയാം. ഈ ഒരു വാല്യൂ പ്രകാരം എന്താണ്, മാഗ്നറ്റൈസിങ് കറണ്ട് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഫ്ലക്സ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. മാഗ്നറ്റൈസിങ് കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ കേസ് മാത്രം എന്തായിരിക്കും, റിമൈൻസ് ദ സെയിം ആണ് അല്ലെ. റിമൈൻസ് ദ സെയിം. കോൺസ്റ്റന്റ് ഉണ്ടോ, ഇല്ല. മാഗ്നറ്റൈസിങ് കറണ്ട് റിമൈൻ ദ സെയിം ആണ്. ഇനി രണ്ടാമത്തെ കോർ ലോസിലോട്ടാണ് നമ്മൾ പോകുന്നത്. കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്, ഹിസ്റ്ററിസിസ് ലോസും എഡ്ഡി കറണ്ട് ലോസും കൂടെ വരുന്നതാണ് അല്ലെ. നമുക്കറിയാം എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ സ്ക്വയറിനും ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിക്കും പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വോൾട്ടേജിന്റെ ടേംസ് പറയുകയാണെങ്കിൽ വോൾട്ടേജിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ, ഇത് വോൾട്ടേജ് റൈസ് ടു 1.6 ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, അപ്ലൈഡ് വോൾട്ടേജ് പ്രൈമറി ഇൻക്രീസ് ചെയ്താൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എഡ്ഡി കറണ്ട് ലോസും ഹിസ്റ്ററിസിസ് ലോസും എന്ത് പറ്റുന്നു, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലോസ് അയൺ ലോസ് എന്ന് പറയുന്നത് എന്ത് പറ്റും, ഇൻക്രീസ് അല്ലെ. ഇൻക്രീസ് ആണ് ഇവിടുത്തെ കേസ്. ഏതിന്റെ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ അയൺ ലോസ് എന്ത് പറ്റും, ഇൻക്രീസ് ആകും എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. റിമൈൻസ് ദ സെയിം അല്ല, ഡിക്രീസ് അല്ല, എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി